എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ഓൺ സ്ക്രീൻ ന്യൂഡിറ്റി നിയമവിധേയമാക്കേണ്ടിയിരിക്കുന്നു. എന്തിനെന്നല്ലേ ഈ വിഷയം നമുക്കൊന്ന് നോക്കാം. അതെ, ഏത് സമയത്തും ആർക്കും വിരൽ തുമ്പിൽ ഏത് കണ്ടന്റും കിട്ടുന്ന ഇക്കാലത്ത് ഇന്ത്യയിൽ ബാൻ ഉള്ളത് കൊണ്ട് ആരെങ്കിലും ഫോൺ കാണാതിരിക്കുന്നില്ല. വെബ് സീരീസ് ആയും ക്യാമ്പ് ഷോ ആയും ഒക്കെ നിയമവിരുദ്ധമായ പ്രൊഡക്ഷനും കുറെ നടക്കുന്നുണ്ട്. ഓൺ സ്ക്രീൻ ന്യൂഡിറ്റി ചെയ്യാൻ റെഡിയായി നടിമാർ ഇഷ്ടം പോലെ ഉണ്ടെന്നും കോവിഡ് കാലത്തെ വെബ് സീരീസുകൾ തെളിയിച്ചിട്ടുണ്ട്. എന്താണ് ഒബ്സിനിറ്റി അഥവാ അശ്ലീലം എന്ന കാര്യത്തിൽ ഇന്ത്യൻ നിയമത്തിന് വ്യക്തതയില്ല. ഏത് പോലീസുകാരനും ബിക്കിനി ഫോട്ടോ മുതൽ അശ്ലീലമാണെന്ന് ആരോപിച്ച് കേസെടുക്കാവുന്ന രീതിയിലാണ് നിയമങ്ങൾ. അങ്ങനെയാണ് രാജ് കുന്ദ്രയൊക്കെ പെട്ടത്. ഫോൺ കാണുന്നത് നിയമവിരുദ്ധമല്ലാത്ത രാജ്യത്ത് പോലീസ് ആളുകളെ വഴിയിൽ തടഞ്ഞു നിർത്തി ഫോൺ നോക്കുന്നത് മുതൽ രാഷ്ട്രീയ താല്പര്യം വെച്ച് മെയിൻ സ്ട്രീം വെബ് സീരീസിനെതിരെ സമരവും നടപടിയും വരെ നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അഭിനയിക്കാം, കാണേണ്ടവർക്ക് കാണാം എന്നേ ഉള്ളൂ. ന്യൂഡിറ്റി കണ്ടിട്ടൊന്നും ആരും നശിക്കുന്നില്ല എന്നതിന് വികസിത രാജ്യങ്ങൾ തന്നെയാണ് ഉദാഹരണം. നിയമവിധേയമാക്കുമ്പോൾ നടിമാർക്ക് ദുരുപയോഗത്തിൽ നിന്നും കൂടുതൽ പ്രൊട്ടക്ഷനും കിട്ടും. അതേസമയം കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നതും നിർബന്ധിച്ച് ചെയ്യിക്കുന്നതും തുടങ്ങിയ നിയമലംഘനങ്ങളും എല്ലാം കർശനമായി ശിക്ഷിക്കപ്പെടുകയും വേണം. ഇതുപോലെ ഒരു നിയമം തുടരുകയാണെങ്കിൽ പലർക്കും നഷ്ടപ്പെട്ടു പോയ കുടുംബത്തിന്റെ സമാധാനം, അതുപോലെ പരസ്പരമുള്ള സ്നേഹം, ഐക്യം എല്ലാം പതിയെ തിരിച്ചു പിടിക്കാവുന്നതുമാണ്. എന്നാൽ നമ്മുടെ സമൂഹം ഇത് കണ്ടിട്ടും കണ്ടില്ലെന്ന പോലെ നടിക്കുകയാണ്. പ്രത്യേകിച്ചും കൗമാരപ്രായത്തിലെത്തിയ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ഇന്ന് ഇതിന്റെ വലയിലാണ്. അശ്ലീല സൈറ്റുകളിൽ വിരലോടിക്കാത്ത കൗമാരക്കാരും യുവതീ യുവാക്കളും ഇന്ന് വളരെ അപൂർവമായി മാത്രമേ കാണുന്നുള്ളൂ. അതവരുടെ ഭാവി ജീവിതത്തിലും കുടുംബജീവിതത്തിലും നന്നായി പല രീതിയിലും പല ദോഷവശങ്ങളിലും എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മാത്രം. ഇത് നിയമവിധേയമാക്കുകയാണെങ്കിൽ പലരെയും ഇത്തരത്തിലുള്ള കെണിയിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും.